ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ കണ്ണൂട്ട് കാശ്മീർ യാത്രയുടെ ഭാഗമായി ഞങ്ങളിന്ന് ജയ്പൂരിലെ രണ്ടാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ അംബർ ഫോർട്ട് അഥവാ അമീർ ഫോർട്ടിലേക്കാണ് പോകുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഈ കോട്ടയുടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അരവള്ളി മലനിരകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ജയ്പൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ദൂരത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1400 അടി ഉയരത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 12 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെ ബൗണ്ടറി വാളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുപാടുകളുടെ മാവോ തടാകത്തിൻ്റെയും അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ രജപുത് ഭരണാധികാരിയായ രാജാ മാൻസിംഗ് ആണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ജയ്സിംഗ് രാജാവിൻ്റെ കാലത്ത് ഇതിനെ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തു. രജപുത് രാജാക്കന്മാരുടെ രാജകീയ വാസസ്ഥലമായിരുന്നു ഈ അംബർ കോട്ട. മഞ്ഞ നിറമുള്ള സാൻഡ്സ്റ്റോണും വെളുത്ത മാർബിളും ഉപയോഗിച്ചാണ് ഈ ഭംഗിയാർന്ന കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. രജപുത് ശൈലിയുടെയും മുഗൾ ശൈലിയുടെയും മനോഹരമായ സമന്വയമാണ് നിങ്ങൾക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോട്ട ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കോട്ടകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കോട്ടയുടെ താഴെ കാണുന്ന മാവോത്ത തടാകം ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം കൂടുതൽ ഇരട്ടിയാക്കുന്നു. തടാകത്തിൻ്റെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന അംബർ ഫോർട്ടിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്, പ്രത്യേകിച്ച് സൂര്യോദയത്തിലും സൂര്യാസ്തമയ സമയത്തും. അംബർ ഫോർട്ടിനകത്ത് നിരവധി പ്രധാന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവയിൽ ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ് കൂടാതെ ലോക പ്രശസ്തമായ ശീഷ് മഹൽ ഉൾപ്പെടുന്നു. ശീഷ് മഹൽ എന്നത് ചെറിയ കണ്ണാടികൾ കൊണ്ട് അലങ്കരിച്ച ഒരു അത്ഭുത മന്ദിരമാണ്. ഇവിടെ ഒരു ചെറിയ വിളക്ക് തെളിയിച്ചാൽ പോലും ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ തെളിഞ്ഞതുപോലെ പ്രകാശം പ്രതിഫലിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ഈ കോട്ട രാജസ്ഥാനിൻ്റെ സമ്പന്നമായ ചരിത്രവും രാജകീയ സംസ്കാരവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സാക്ഷ്യം തന്നെയാണ്. ജയ്പൂർ സന്ദർശിക്കുന്നവർക്ക് നിർബന്ധമായും കാണേണ്ട ഒരു അത്ഭുത ചരിത്ര സ്മാരകമാണ് അംബർ ഫോർട്ട്. ഈ കോട്ടയുടെ താഴെ ഭാഗത്ത് വരെ മാത്രമേ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടാറുള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് റെൻ്റൽ ജീപ്പ് എടുത്തിട്ട് വേണം നടക്കാൻ കഴിയാത്തവർക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പ്രധാനപ്പെട്ട 4 വലിയ മുറ്റങ്ങൾ ഉണ്ട്. രാത്രി സമയത്ത് ഇവിടെ നടത്തുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ രാജസ്ഥാനിൻ്റെ ചരിത്രം മനോഹരമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ നിർമ്മിതി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. റെഡ് സാൻഡ്സ്റ്റോണും വൈറ്റ് മാർബിളും ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. അതുകൂടാതെ പറയപ്പെടുന്നത് പണ്ട് കാലത്ത് ഈ കോട്ടയിലേക്ക് രാജാക്കന്മാർ ആനപ്പുറത്ത് കയറിയിട്ടാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്. ചില സമയത്തൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഈ അനുഭവം ഇവിടെ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ജയ്പൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും ആകർഷകമായ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ അംബർ ഫോർട്ട് അഥവാ അമീർ ഫോർട്ട് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഇവിടെ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായ ഒരു കേന്ദ്രം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ സന്ദർശിച്ച സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു കോട്ടയാണ് ഈ അംബർ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ജയ്പൂർ സിറ്റിയിലേക്ക് വരുന്നവർ തീർച്ചയായും ഈ ഒരു അംബർ ഫോർട്ട് വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ്പൂർ സിറ്റിയിൽ നിന്നും ഏകദേശം 11-12 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോട്ട സമ്മാനിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഞങ്ങൾ ഈ കോട്ടയിലേക്ക് താഴെ നിന്ന് നടന്നാണ് കയറിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ അതിനകത്തേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ 4 പേർക്ക് 400 രൂപയാണ് അവർ ഈടാക്കിയത്. എങ്കിലും വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ കോട്ട സമ്മാനിച്ചത്. അപ്പം ഒരിക്കൽ കൂടി പറയുന്നു, ജയ്പൂർ വരുന്നവർ തീർച്ചയായും ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ സന്ദർശിക്കണം. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂട്ട് കാശ്മീർ യാത്രയുടെ ഭാഗമായിട്ട് ഇനിയും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ജയ്പൂർ സന്ദർശിക്കാനുണ്ട്. അപ്പോൾ യാത്രകളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, നമ്മളെ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉച്ച സമയത്ത് വരരുത്. ഞങ്ങൾ പോയത് ഉച്ച സമയത്താണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ഷീണം പറ്റി. കാരണം ഒരുപാട് വെയിലാണ്, ചൂടാണ്. അതുകൊണ്ട് വരുന്നവർ ഒന്നുകിൽ മോർണിംഗ് ടൈം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലേക്ക് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. കൂടുതൽ നിങ്ങൾക്ക് ഈ കോട്ടകളെ ആസ്വദിക്കാൻ വേണ്ടി ആ സമയങ്ങൾ സാധിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.